വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ വീണ്ടും ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വരുന്നത്. സോ ഇന്നത്തെ നമ്മുടെ അൺബോക്സിംഗ് വീഡിയോ നമ്മൾ മുൻപ് ചെയ്ത ഒരു ഗാലക്സി പ്രൊജക്ടർ ലൈറ്റ് ഉണ്ടായിരുന്നു. അതിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഇതിൽ മ്യൂസിക് ഗാലക്സി ലൈറ്റ് മ്യൂസിക് കേൾക്കുമോ എന്നുള്ളത്. നമ്മൾ അതിൽ പറഞ്ഞിരുന്നു അതിൽ മ്യൂസിക് കേൾക്കത്തില്ല, നമ്മൾ പകരം മ്യൂസിക് കേൾക്കുന്ന അതിന്റെ ഒരു പ്രൊജക്ടർ ലൈറ്റുമായിട്ട് വരാമെന്നുള്ളത്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മ്യൂസിക് കേൾക്കുന്ന പ്രൊജക്ടർ ലൈറ്റിന്റെ അൺബോക്സിംഗ് ആണ്. സോ ലെറ്റ്സ് നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ അൺബോക്സ് ചെയ്യാൻ പോകുന്ന അടുത്ത പ്രോഡക്റ്റ്. സോ ഗൈസ്, അപ്പോൾ ഇതും ഒരു പ്രൊജക്ടർ ലൈറ്റ് ആണ്. നമ്മൾ മുമ്പ് കാണിച്ച ഗാലക്സി പ്രൊജക്ടർ ലൈറ്റ് പോലെ തന്നെ ഒരു പ്രൊജക്ടർ ലൈറ്റ് ആണ്. ഇത് അതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഇതിൽ നമുക്ക് മ്യൂസിക് കേൾക്കാം. നമ്മുടെ ഒരു പാർട്ടിയൊക്കെ നടത്തുമ്പോൾ അതിനകത്ത് നമ്മൾ ബ്ലൂടൂത്ത് ഒക്കെ കണക്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു പ്രൊജക്ടർ ലൈറ്റ് ആണ്. സോ ഇന്ന് നമ്മുടെ അൺബോക്സിങ് ഇതാണ്. ഇതാണ് നമ്മുടെ ആ ഒരു പ്രൊജക്ടർ ലൈറ്റ്. അപ്പം മറ്റേ പ്രൊജക്ടർ ലൈറ്റിന് കണക്ക് ഒരു എന്താ പറയുന്നത്, ഒരു ഗാലക്സിയുടെ ഒരു അസ്ട്രോണമിന്റെ ഒരു പ്രൊജക്ടർ ഒന്നും അല്ല. ഇതൊരു അത്യാവശ്യം ഒരു നീറ്റ് ക്വാളിറ്റിയിലൊക്കെ ഉള്ള ഒരു പ്രൊജക്ടർ ലൈറ്റ് ആണ്. സോ ഇതിനകത്ത് കുറെ ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിനകത്ത് വന്നിട്ട് ഇവിടെ ഒരു ഓൺ ഓഫ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ചാർജ് ചെയ്യാൻ ഒരു പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുമ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിനകത്ത് ലൈറ്റ്സ് ഉണ്ട്, ഈ കാണുന്ന ലൈറ്റ്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലൊരു USB കണക്ട് ചെയ്യുന്നത് ഒരു പോർട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഇത്രയാണ് ഇതിലുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു സ്പീക്കറും കൊടുത്തേക്കുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ സാധാ ഉപയോഗിക്കുന്ന വലിയ നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടല്ലോ, അത്രയും വലിയ രീതിയിലുള്ള ഒരു എന്താ പറയുക, ഒരു വോയിസ് ക്വാളിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അത് നേരത്തെ തന്നെ പറയാമല്ലോ, കാരണം അത് അത്രയും ക്വാളിറ്റി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ അത്രയും ക്വാളിറ്റി ഇല്ലെങ്കിൽ അത് മോറായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ഒരു പ്രൊജക്ടർ ലൈറ്റും വർക്ക് ചെയ്യുന്നത് ബാറ്ററിയിലല്ല, നമ്മൾ കറണ്ട് കൊടുത്ത് തന്നെ വർക്ക് ചെയ്യണം. ഇതിന് അതിൻ്റെതായിട്ടുള്ള ഒരു കേബിളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു C ടൈപ്പ് കേബിളാണ് ഇത്. നമ്മൾ കണക്ട് ചെയ്തിട്ട് അതുപോലെ തന്നെ നമ്മുടെ ലൈറ്റ് ഓൺ ചെയ്യുക, ഇത്രയാണ്. പിന്നെ ഓൺ ചെയ്യുമ്പോഴേ കത്തത്തില്ല, ഇതിനകത്ത് ഓൺ ഓഫ് ബട്ടൺ ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ ഓൺ ആക്കിയാൽ മാത്രമേ ഇത് കത്തത്തുള്ളൂ. ഓൺ ആക്കുമ്പോഴത്തേക്ക് ഇതിൽ ഇതിനകത്ത് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് ഓൾറെഡി ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. ഫോണിലെ ബ്ലൂടൂത്തും ഇതുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് ഇത് വർക്കിംഗ് ആവുന്നത്. സോ നമ്മൾ സാധാരണ നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കറില്ല, അത് യൂസ് ചെയ്യുന്ന പോലെയാണ് ഇതിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ നേരത്തെ പറഞ്ഞ ഗാലക്സി ലൈറ്റിനകത്ത് നമ്മുടെ ഒരു മ്യൂസിക്കിന്റെ ഓപ്ഷൻ ഇല്ലെന്നേ ഉള്ളൂ. ഇതിൽ മ്യൂസിക്കിന്റെ ഓപ്ഷൻ ആഡ് ആയിട്ട് വന്നിട്ടുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ വ്യത്യാസം. പിന്നെ ഇതിൻ്റെതായിട്ടുള്ള ഒരു റിമോട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് നമുക്ക് റിമോട്ടിനകത്ത് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇതിനകത്ത് ഇതിന്റെ മ്യൂസിക് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ലൈറ്റിന്റെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ലേസർ ലൈറ്റിന്റെ ഓപ്ഷൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൽ ലേസർ ലൈറ്റ് നമ്മൾ ബാറ്ററിയിൽ ഓൺ ആകുമ്പോൾ അത് ഓഫ് ആവും. അപ്പൊ ആ നെബുല എന്ന് പറയുന്ന ഓപ്ഷൻ മാത്രമായിരിക്കും വർക്ക് ആകുന്നത്. ഇതിലും അതുപോലെ തന്നെയാണ്. നമുക്ക് ഇതിനകത്ത് സ്റ്റാർസ് ഓഫ് ചെയ്യണമെങ്കിൽ ഇതിൽ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ സ്റ്റാർസ് ഓഫ് ആകും. ഓൺ ആക്കണമെങ്കിൽ വീണ്ടും നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് തന്നെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് ഓൺ ആവും. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ലൈറ്റ്സിന്റെ ഓപ്ഷൻസ് കൊടുത്തേക്കുണ്ട്. ഇപ്പം ഇതിപ്പോ ഗ്രീന്, റെഡ്, അങ്ങനെയുള്ള ഇതിനകത്ത് ഓരോ ലൈറ്റ്സിന്റെ ഓപ്ഷൻസ് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഇത് പക്ഷെ നമ്മുടെ മറ്റേ ഗാലക്സി പ്രൊജക്ടർ ലൈറ്റ് കണക്ക് നമ്മൾ ഒരു കോർണറിൽ വെക്കുമ്പോൾ നമ്മളിങ്ങനെ ചരിച്ച് വെക്കുമ്പോൾ എന്താ ഇത്രയും, അതിനൊക്കെ കുറച്ചും കൂടെ നമുക്കൊരു എന്താ പറയാ, മൊത്തത്തിലുള്ളതാണ് നമുക്ക് കിട്ടുന്നത്. റൂം ഫുള്ളായിട്ട് നമുക്ക് ഇത് ഇങ്ങനെ കുറച്ചും കൂടെ നല്ല രീതിയിൽ കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി നമ്മുടെ ഗാലക്സി പ്രൊജക്ടർ ലൈറ്റിനെ പോലല്ല, ഇത് കുറച്ചും കൂടെ ഒരു ഡെപ്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് നെബുലയുടെ ഓപ്ഷൻസ്, അത് നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ മറ്റേ ഗാലക്സി പ്രൊജക്ടർ ലൈറ്റിനകത്തും സെയിം ഇതുപോലത്തെ ഒരു ഓപ്ഷൻസ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഇതിനകത്തും കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് ഇത് കംപ്ലീറ്റ്ലി ഒരു, എനിക്ക് പറയാൻ എന്താ പറയാ, മറ്റേതിനെ കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ ഇത് കുറച്ചും കൂടെ ഒരു ഭയങ്കരമായിട്ടുള്ള വെട്ടം നമുക്ക് റൂമിൽ നൽകുന്നുണ്ട്. അതിൽ ചോദിച്ചിട്ടുണ്ട് അതിൽ റൂമിൽ മൊത്തത്തിൽ വരുന്നില്ല എന്നുള്ളത്. പക്ഷെ ഇതിൽ അങ്ങനല്ല കേട്ടോ. ഇതൊരു, എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഒരു ചെറിയൊരു പാർട്ടി ഹോളിലൊക്കെ വെക്കാൻ ഇത് ധാരാളമാണെന്ന് തോന്നുന്നു. അത്രയും ഒരു നോക്ക്, എനിക്ക് കാണുമ്പോൾ അത് മനസ്സിലാവും. അത്രയും ഡെപ്തായിട്ട് നമുക്ക് അത്രയും നല്ല ഇത് നീറ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിനകത്ത് കളർ ചേഞ്ചസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ നമ്മൾ സ്റ്റാർസും നമ്മൾ ഓഫ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഓരോ നെബുലയുടെ മാത്രമാണ് ഇപ്പൊ എടുക്കുന്നത്. ഇപ്പൊ സ്റ്റാർസും കൂടെ ഓൺ ആക്കി കഴിഞ്ഞാൽ സ്റ്റാർസും കൂടെ വരും.
അപ്പോൾ നമ്മുടെ ഈ ഒരു ഗാലക്സി പ്രൊജക്ടർ ലൈറ്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കാരണം ഇത് കുറച്ചും കൂടെ ഒരു നല്ല കളർഫുൾ ആയിട്ട്, അതായത് കുറച്ചും കൂടെ നല്ല ലൈറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്തുള്ള മ്യൂസിക് ഓപ്ഷനും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സോ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തേക്കാം. അപ്പോൾ താല്പര്യമുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക, നിങ്ങൾ ഈ പ്രോഡക്റ്റ് ഒന്ന് വാങ്ങി നോക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രോഡക്റ്റും വളരെ നൈസാണ്. ഞാൻ ഇത് ഉപയോഗിച്ചതിന് ശേഷമാണ് ഇതിന്റെ റിവ്യൂ പറയുന്നത്. ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അപ്പൊ ഇതിനകത്തൊരു മ്യൂസിക് ഓപ്ഷൻ വന്നുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചത്. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു മ്യൂസിക് ഒക്കെ കേൾക്കുന്ന പ്രൊജക്ടർ ലൈറ്റ്? അടിപൊളിയല്ലേ? അപ്പൊ ഈ ഒരു ആസ്ട്രോണമിന്റെ ഗാലക്സി പ്രൊജക്ടർ ലൈറ്റ് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു സാധനം കുറച്ചും കൂടെ ഇതിന്റെ ലൈറ്റ് ഒക്കെ ഭയങ്കര ഇതായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഇതും ഓട്ടോ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ കണക്ക് ഇത് റിമോട്ട് കൺട്രോൾ ആണ്. പ്ലസ് നമുക്ക് ഇതിന്റെ സ്റ്റാർസ് ഒക്കെ നമുക്ക് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ റിമോട്ട് യൂസ് ചെയ്ത് മാത്രമേ പറ്റത്തുള്ളൂ. അല്ലാതെ ഇങ്ങനെ തന്നെ മോഡിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണമെങ്കിൽ ജസ്റ്റ് ഓൺ ആക്കി ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മ്യൂസിക് കൂടെ കേൾക്കാൻ പറ്റും. പിന്നെ മ്യൂസിക് ഞാൻ പ്ലേ ചെയ്യാതിരുന്നത് ഈ കോപ്പിറൈറ്റിന്റെ ഇഷ്യൂ വരുന്നത് കൊണ്ട് മാത്രമാണ്. അപ്പൊ ഇതിൽ നിങ്ങൾ ഭയങ്കര ബാസ് ആയിട്ടുള്ള മ്യൂസിക് ഒന്നും പ്രതീക്ഷിക്കരുത്. നിങ്ങളുടെ ഫോണിലുള്ള സാധാ പോലത്തെ ഒരു എന്തായിരുന്നാലും അത്യാവശ്യം ക്വാളിറ്റിയിലുള്ള ഒരു വോയിസ് ഒക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. നമ്മുടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ജസ്റ്റ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമന്റ്. തീർച്ചയായിട്ടും മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നവരെ ഓക്കെ ബൈ ബൈ സീ യു. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇത് മറ്റൊരു പുതിയ വീഡിയോ വരുന്നവരെ